പൗലോസ് ഉൾപ്പെടെയുള്ള 276 പേരുടെ ഒരു കപ്പൽ യാത്ര. ഏറിയ പ്രതികൂലങ്ങൾ നേരിട്ട ഒരു യാത്രയായിരുന്നു അത്. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ വലയുകയും കൊടുങ്കാറ്റാഞ്ഞടിക്ക കൊണ്ട് ഇനിയും രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോകുകയും ചെയ്ത സമയം. ഇത് തന്നെയല്ലേ നമ്മിൽ പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ നിരന്തരമായുള്ള പ്രതികൂലങ്ങൾ, ഭീഷണികൾ, പോരാട്ടങ്ങൾ, കഷ്ടതകൾ, ഞെരുക്കങ്ങൾ ഇവയിൽ കൂടിയൊക്കെ കടന്നു പോകുക നിമിത്തം ദൈവത്തിൽ ആശ്രയമില്ലാത്ത പലരുടെയും ആശ അറ്റുപോയിരിക്കുന്നു. എന്നാൽ ഇവിടെ ഇതാ 276 പേരിൽ ഒരാളായ പൗലോസ് ധൈര്യപ്പെട്ട് നിൽക്കുകയാണ്. കാരണം ആ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ അവനോട് പറഞ്ഞു, പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. പ്രതികൂലത്തിൻ്റെ പല രാത്രികൾ നമ്മുടെയും വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. പ്രതീക്ഷ നൽകുന്ന പലതും നമ്മുടെ മുമ്പിൽ നാം കാണുന്നില്ലായിരിക്കാം. പകൽ സമയം പോലും രാത്രി കണക്കെയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവത്തിന് നമ്മോട് സംസാരിപ്പാനായിട്ടുണ്ട്. അത് അടുത്ത ദിവസമല്ല, അടുത്ത ആഴ്ചയിലല്ല, നാം ക്ഷീണിച്ചു പോകുവാൻ സാധ്യതയുള്ള ആ രാത്രിയിൽ, നമ്മുടെ ആശ അറ്റുപോകുവാൻ സാധ്യതയുള്ള ആ രാത്രിയിൽ ദൈവം നമ്മോട് സംസാരിക്കും. നാം പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ അവിടുത്തെ ശബ്ദത്തിന് ചെവി കൊടുക്കുന്ന പക്ഷം നാം ധൈര്യപ്പെടുക മാത്രമല്ല, നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന മറ്റുള്ളവരെയും ധൈര്യപ്പെടുത്തുവാനുള്ള ശക്തിയുള്ള വചനം ദൈവം നമ്മുടെ നാവിൽ തരും. ഇനി ഇതിൻ്റെ മറുവശം ചിന്തിക്കുക. നാം അധൈര്യപ്പെട്ട് അസ്വസ്ഥരായി നിൽക്കുന്ന വ്യക്തിയെങ്കിൽ നമ്മെ കാണുന്നവർ ആ നിലയിലേക്ക് താഴുവാൻ സാധ്യതയുണ്ടെന്നറിയുക. ദർശനമുള്ള ഒരു വ്യക്തി മതി നൂറുകണക്കിന് ആശയറ്റവർക്ക് പ്രതീക്ഷ നൽകുവാൻ. ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച നമ്മളെല്ലാവരുടെയും ഉള്ളിൽ ദൈവം തന്ന ഒരു ദർശനമുണ്ട്. നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്ന നിലയ്ക്ക് അവിടുത്തെ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി നമ്മുടെ ദർശനം നിറവേറ്റപ്പെടേണ്ടിയിരിക്കുന്നു. അത് നടക്കും വരെ നമ്മുടെ പ്രാണൻ ദൈവത്തിൻ്റെ കരത്തിൽ സുരക്ഷിതമാണ്. ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചുകൊള്ളട്ടെ. പൗലോസ് അപ്പോസ്തലന് ഇന്ന് നമുക്ക് തരുവാനുള്ള വാക്കിതാണ്: നിങ്ങളിൽ ഒരുത്തൻ്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകുകയില്ല നിശ്ചയം. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.